എല്ലാ ചോക്ലേറ്റ് ലവേഴ്സിനും ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഡബിൾ ചോക്ലേറ്റ് കേക്ക്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഡബിൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു ബോളിലേക്ക് എടുക്കാം. നമുക്ക് വേണ്ടത് 1/4 കപ്പ് മൈദയാണ്. 100 ഗ്രാം 100 ഗ്രാംസ് മൈദ. വീറ്റ് ഫ്ലവർ ഉപയോഗിക്കേണ്ടവർക്ക് വീറ്റ് ഫ്ലവർ വെച്ചിട്ടും സെയിം റെസിപ്പി ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഏകദേശം 12 ഗ്രാം ഉണ്ടാവും. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ വായ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഈ ഒരു കേക്കിന് നമ്മൾ എഗ് ബീറ്റർ ഒന്നും ഉപയോഗിക്കാതെ ഈ വായ വിസ്ക് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു മിക്സ്ചർ മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടെ വലിയൊരു ബോൾ എടുക്കാം. ഇതിലേക്ക് വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ എടുക്കണം. നമുക്ക് ആദ്യം ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലാണ് 1/2 കപ്പ്. ഇതിന് പകരം നിങ്ങൾക്ക് മെൽറ്റഡ് ബട്ടർ 1/2 കപ്പ് വേണമെങ്കിൽ ചേർക്കാം. 125 ml ഓയിൽ 125. ഇതിലേക്ക് ബ്രൗൺ ഷുഗറാണ് 100 ഗ്രാം അല്ലെങ്കിൽ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. മെഷറിംഗ് കപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്സ് ആണ്. അതിനകത്താണ് എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് 2 മുട്ട, ½ ടീസ്പൂൺ വാനില എസൻസ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഭയങ്കര ഹോട്ട് വാട്ടർ ഉപയോഗിക്കില്ല. നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ ലൂക്ക് വാമിനെക്കാളും കുറച്ചും കൂടെ ചൂട്, ആ ഒരു പരുവത്തിൽ. ½ കപ്പ്. നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നത് കേക്ക് നല്ലൊരു മോയ്സ്റ്റ് ആവാൻ കൂടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ലംസ് ഇല്ലാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വായ വിസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കട്ടകളൊക്കെ പോകും കുറച്ച് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊക്കോ പൗഡർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് അരിപ്പയിൽ തള്ളിയെടുത്ത് കഴിഞ്ഞാൽ കട്ടകൾ ഒട്ടും ഉണ്ടാവാണ്ടിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സോൾട്ട് ചേർക്കണം. ഒരു 1/8 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂണിൻ്റെ പകുതി. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർക്കും. ഇനി ഇതിലേക്ക് നമ്മുടെ 2 ചോക്ലേറ്റ്, 2 ടൈപ്പ് ചോക്ലേറ്റാണ് ചേർക്കുന്നത്. മിൽക്ക് ചോക്ലേറ്റ് 1/3 കപ്പാണ് ചേർക്കുന്നത്, 70 ഗ്രാംസ്. അതേപോലെ ഡാർക്ക് ചോക്ലേറ്റും ചോപ്പ് ചെയ്തേക്കുന്നതാണ്. ഒരു 55% ഡാർക്ക് ചോക്ലേറ്റാണ് യൂസ് ചെയ്തപ്പോൾ ഒത്തിരി മധുരമില്ല. ഇതൊരു 70 ഗ്രാംസ്. നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനി ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം. അതിനായിട്ട് ഒരു ബേക്കിംഗ് ടിന്ന് 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് യൂസ് ചെയ്തത്. അത് ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് അടിയിലേക്ക് സെറ്റിൽ ആവാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിലോ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാം. ഇച്ചിരി റണ്ണി ബാറ്ററാണ്. ഇനി ഇത് നമുക്ക് 180 ഡിഗ്രിയിൽ അവൻ പ്രീഹീറ്റ് ചെയ്യുക 10 മിനിറ്റ്. അതിനുശേഷം പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കും. എൻ്റെ അവനിൽ ഒരു 35 മിനിറ്റ് സമയമാണ് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത്. അതിന് കൂളാവാനായിട്ട് വെച്ചേക്കായിരുന്നു. ഇനി ഇത് മാറ്റാം, ടിന്നിൽ നിന്ന് മാറ്റാം. നമ്മളിന്ന് ഉണ്ടാക്കിയേക്കുന്ന ഈ ഡബിൾ ചോക്ലേറ്റ് കേക്ക് വെയ് നോക്കുകയാണെങ്കിൽ ഏകദേശം 650 ഗ്രാംസ് ആണ് കിട്ടിയേക്കുന്നത്. സ്ലൈസ് ചെയ്ത് കാണിക്കാം.
ഇതേപോലെ നല്ല മോയ്സ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇരിപ്പുണ്ടാവും. മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഉപയോഗിച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഇതേപോലെ മെൽറ്റ് ചെയ്തിരിക്കും. നമ്മളിന്ന് ഉണ്ടാക്കിയേക്കുന്ന ഡബിൾ ചോക്ലേറ്റ് കേക്ക് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും. അതിന് പകരം മിൽക്കും വൈറ്റും നിങ്ങൾക്ക് വേണേൽ ചേർക്കാം, അല്ലെങ്കിൽ വൈറ്റും ഡാർക്കും വേണേൽ ചേർക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാം. നല്ലൊരു മോയ്സ് കേക്കാണ്. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ആ ചോക്ലേറ്റിൻ്റെ ഒരു ബൈറ്റും കിട്ടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.